ചെറുപയർ ചേർത്ത് ഒരു അടിപൊളി പരിപ്പ് കറി തയ്യാറാക്കിയാലോ നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ളൊരു കൂട്ടാനാണ്. തീർച്ചയായിട്ടും ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. റെസിപ്പി സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം വായ നമുക്ക് ഈ ഒരു അടിപൊളി ചെറുപയർ പരിപ്പ് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ സൗമ്യ. വെൽക്കം ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഈ ഒരു ചെറുപയർ പരിപ്പ് കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലൈറ്റായിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 2 to 3 മിനിറ്റ് റോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് നമുക്ക് ആ ഒരു പച്ച കളറിൽ നിന്ന് ലൈറ്റ് ഒരു ഗോൾഡനിലോട്ട് മാറുന്ന ആ ഒരു സ്റ്റേജ് വരുന്ന സമയം വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നോക്കിക്കോളൂ, ആ ഒരു കളറെല്ലാം മാറി നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ ഒരു പയർ ഞാനൊരു പ്ലേറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലോട്ട് ഈ ഒരു ചെറുപയർ നമുക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. ആ ഒരു അധികം തൊണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ആയി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒരു ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മുടെ ആ ഒരു പരിപ്പെല്ലാം വിട്ട് ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്കിതൊരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു 2-3 തവണ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്ട്രാ ഒരു സ്കിന്നെല്ലാം നന്നായിട്ടൊന്ന് റിമൂവ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അധികം ഒരു നമ്മൾ പരിപ്പ് തയ്യാറാക്കുമ്പോൾ ഒരു ഗ്രീനിഷോ അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ ആവുന്നതല്ലായിരിക്കും. അപ്പോൾ അതുപോലെ നന്നായിട്ട് ഒരു 3-4-5 തവണ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കുക്കറിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ചെറുപയർ കുക്കറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ കാന്താരി മുളക് ഒരു 4 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു ഏകദേശം 4 to 5 വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാം. നന്നായിട്ട് ഉടങ്ങി കിട്ടുന്ന പരുവം വരെ വേവിച്ചത് എടുക്കാം കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ചെറുപയറിൻ്റെ വേവ് അനുസരിച്ച് വേവിച്ചോളൂ. ആ ഒരു ചെറുപയർ വേവിച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊരു മിക്സി ജാർ എടുക്കാം. അതിലോട്ട് ഒരു 2 പിടി നാളികേരം ചേർത്ത് കൊടുക്കാം. നാളികേരം ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 2-3 വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്തിടും കേട്ടോ. ശേഷം 1 ടീസ്പൂണ് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 2 to 3 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ച് സൈഡിലോട്ട് വെച്ച് കൊടുത്തോളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ചെറുപയർ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിഡ് ഓപ്പൺ ചെയ്ത് നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ച് ഉടച്ച് നന്നായിട്ട് ഈ പരുവത്തിൽ നമ്മൾ ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് നമ്മൾ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു നാളികേരത്തിൻ്റെ പേസ്റ്റ് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ നാളികേരം എല്ലാം നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതൊരു ബൗളിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കറി വിളമ്പുന്ന ആ ഒരു ബൗളിലോട്ട് ഞാനിത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കടുക് താളിച്ചെടുക്കാം. അതിനായിട്ട് ഒരു കടായിലോട്ട് 2 ടേബിൾ സ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കടുക് ഇതുപോലെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു 4-5 ചെറിയ ഉള്ളി ഞാൻ ചോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഒരു ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്നിടം വരെ നമുക്കിതൊന്ന് വഴട്ടിയെടുക്കാം. ഇനി നമുക്കിതിലോട്ട് ഒരു 2 പത്തലമുളക് ഞുറുക്കിയത് അതും കുറച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം. ഈ വകയെല്ലാം നന്നായിട്ട് ലൈറ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡും ആ ഒരു കരിവേപ്പില ഒരു ക്രിസ്പിനെസ് ആവുന്നിടം വരെ ഒന്ന് വഴട്ടിയെടുക്കാം. അപ്പം നമ്മുടെ കടുക് താളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു പരിപ്പ് കറി അടുപ്പത്ത് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ആവശ്യമനുസരിച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉപ്പ് ആദ്യമേ ചേർത്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ആ പരിപ്പ്, അതായത് നമ്മുടെ ചെറുപയർ വേവിക്കാൻ വെക്കുന്ന ആ ഒരു സമയത്ത് ഉപ്പ് ചേർത്താലും മതി കേട്ടോ. അപ്പം ഞാൻ ചേർക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം താളിച്ചത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. താളിച്ചതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലൈറ്റ് ഒരു പതങ്ങി വരുന്ന സ്റ്റേജ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ ചെറുപയർ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ മിക്കവരും ചെറുപയർ പരിപ്പും കൊണ്ട് തയ്യാറാക്കാറുണ്ടല്ലോ പരിപ്പ് കറി. അപ്പം വ്യത്യസ്ത രീതിയിൽ ചെറുപയറും കൊണ്ട് ഒന്ന് ഈ ഒരു രീതിയിൽ തയ്യാറാക്കി നോക്കിക്കോളൂ. പരിപ്പ് കറി നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എൻ്റെ മുന്നേ മറ്റേ നമ്മുടെ സാധാരണ ചെറുപയർ പരിപ്പും കൊണ്ട് തയ്യാറാക്കുന്ന ആ ഒരു പരിപ്പ് കറിയെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം ഇതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പരിപ്പ് കറിയാണ്. മിക്ക എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ തയ്യാറാക്കിയ ആ ഒരു റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, ഫോളോ ആൻഡ് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്ത നല്ലൊരു റെസിപ്പിയും കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺ, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.